ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണടാ. പ്ലസ് 1 ഫിസിക്സിന്റെ മോഡൽ എക്സാമിന് എത്തിക്കഴിഞ്ഞിരിക്കുവാണ്. നിങ്ങളെല്ലാം ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് മക്കളെ. അതുപോലെ തന്നെ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന, കേരളത്തിലുള്ള എല്ലാ പ്ലസ് 1 വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന സൈലത്തിന്റെ മെഗാ മാരത്തോൺ ലൈവ് ഇന്ന് ഈവനിങ് കൃത്യം 5 മണിക്കാണ്. നിങ്ങൾ ആരും മറക്കരുത്. അടിപൊളിയായി നമുക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാം. സോ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ പാസ്. സാറേ, എനിക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ പാസ് ആയാൽ മതി എന്നൊക്കെ ആലോചിക്കുന്ന പല മക്കളും ഉണ്ടാവും. സോ അത്തരം മക്കൾക്ക് ഒരു 20 മാർക്കൊക്കെ ഉറപ്പായും കോൺഫിഡന്റ് ആയും എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓറൽസ് ഡബിൾ പാസിന് മുകളിൽ വളരെ ലളിതമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഷ്യോർഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫോർ ഡബിൾ പാസ്. ആരംഭിച്ചാലും മക്കളെ, എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. ഓരോരോ ചോദ്യങ്ങൾ അടിപൊളിയായി നമുക്ക് മനസ്സിലാക്കാം. ഏതിനാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്. സോ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 2 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് അഷ്യോർഡ് ആണ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ 2 മാർക്കിന്റെ കാറ്റഗറിയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായും കാണാൻ പറ്റും. ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നൽകിയിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയും. 2 മാർക്കിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. റൈറ്റ്. സോ 2 മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് വൺ 3 മാർക്കിന്റെ അടുത്ത ചോദ്യമാണ്. അതായത് ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് കാണുന്നുണ്ടോ? v = u + at, v² = u² + 2as, s = ut + ½ at². ഈ പറയുന്ന 3 കൈനമാറ്റിക് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണമോ ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറയും. ഗ്രാഫിക്കലി അങ്ങ് ഡിറൈവ് ചെയ്യാൻ പറയും. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്, ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന 2 ഇക്വേഷൻസ് ആണ്. ഇവയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇവയാണെങ്കിൽ ഈ പറയുന്ന 3 മാർക്ക് അഷ്യൂർഡ് ആണ്. ആദ്യത്തെ ആണെങ്കിൽ വളരെ കുഞ്ഞതേ ഉള്ളൂ. സോ അത് 2 മാർക്കിനാണ് ചോദിക്കാറ്. അതിനേക്കാളും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബാക്കിയുള്ള 2 എണ്ണത്തിനാണ്. അത് ഗ്രാഫിക്കലി തന്നെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തതിലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് വൺ അടുത്ത 2 മാർക്കിന്റെ ചോദ്യം. 3 ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ എന്നുള്ള 3 ഡെറിവേഷൻസ് ആണ് പ്രൊജക്ടൈൽ മോഷൻ ഓറിയന്റഡ് ആയത്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ എഴുതി പടം വരച്ച് ഡിറൈവ് ചെയ്യുക, എന്നാലേ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സോ ഇത് 2 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. അടുത്തത് നെക്സ്റ്റ് വൺ 4 മാർക്കിന്റെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന, തറപ്പിച്ചു പരീക്ഷയിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനിൽ നിന്ന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യമാണ്. ബാങ്ക്ഡ് റോഡിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. റൈറ്റ്. അടുത്തത് 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കടാ. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ ഫ്രീലി ഫാളിംഗ് ബോഡി. നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഫ്രീ ഫാൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പടം വരച്ച് ABC എന്ന് പറയുന്ന 3 പോയിന്റിലുമുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഡിറൈവ് ചെയ്ത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡെറിവേഷൻ 3 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ടതാണ്. പല കുട്ടികളും സിലബസിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ചോദ്യമാണിത്. പഠിക്കണം. അടുത്ത നെക്സ്റ്റ് വൺ 2 മാർക്കിന്റെയാണ്. എന്താണ്? ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള ഡെറിവേഷൻ 2 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ദെൻ ഇനി നമ്മൾ ഗ്രാവിറ്റേഷനിലോട്ട് കിടക്കുവാണ്. ഗ്രാവിറ്റേഷനിൽ പല ഡെറിവേഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഡെറിവേഷൻ എന്ന് പറഞ്ഞ എസ്കേപ്പ് സ്പീഡ് തന്നെയാണ്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും ഓൾട്ടിറ്റ്യൂഡും ഓർബിറ്റൽ വെലോസിറ്റിയും ടൈം പീരീഡും എനർജിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിലെ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച ഒരേ ഒരു ചോദ്യം അത് എസ്കേപ്പ് സ്പീഡ് തന്നെയാണ്. ഓറൽസ് എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. പ്രധാനപ്പെട്ടതാണ്. 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്. അടുത്തത് നെക്സ്റ്റ് വൺ നമ്മുടെ ഫ്ലൂയിഡ്സ് ഉള്ള ചോദ്യമാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ വൃത്തിയായി തന്നെ സ്റ്റേറ്റ് ചെയ്തത് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം. 4 മാർക്കിന്റെ വിലപ്പെട്ട ചോദ്യമാണ് മക്കളെ. സോ ഇത്രയും ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പാസ് മാർക്ക് എനിക്ക് ജസ്റ്റ് മതി എന്ന് ആലോചിക്കുന്നവർ ഈ ചോദ്യങ്ങൾ ആദ്യം പഠിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടന്നാൽ മതി. കാരണം ഇത് മാത്രം പഠിച്ച് പരീക്ഷയിൽ പോകണം എന്നല്ല പറയുന്നത്. ഇവയാണ് ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത്, സാധ്യതയുള്ളത്. സോ ഇവ നിങ്ങൾ ഇനീഷ്യലി പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, മാരത്തോൺ ലൈവ് മറക്കരുത്. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്കാണ്. മറക്കരുത്. ലൈവിൽ കാണാം.